പണ്ട് അമേരിക്കയിൽ പച്ചവെള്ളം കുപ്പിയിലാക്കി വിൽക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മലയാളികൾ അവരെ കളിയാക്കി ചിരിച്ചിരുന്നു. ഇന്ന് മലയാളികൾക്ക് ഒരു കുപ്പിവെള്ളമില്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി. അതുപോലെ തന്നെയായിരുന്നു അച്ഛനമ്മമാരെ നോക്കാൻ വൃദ്ധസദനങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോഴും. അച്ഛനെയും അമ്മയെയും നോക്കാൻ വൃദ്ധസദനങ്ങളോ? മുത്തശ്ശനും മുത്തശ്ശിയും കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നത് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സഹനത്തിൻ്റെയും കഥകളായിരുന്നു. ഇന്ന് കാലം കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും വൃദ്ധസദനങ്ങളുടെ ഡേ കെയർ സെൻ്ററുകളുടെ ബോർഡുകൾ യഥേഷ്ടം കാണാം. നമ്മൾ അണുകുടുംബമാകുമ്പോൾ അച്ഛനെയും അമ്മയെയും വൃദ്ധസദനങ്ങളിലാക്കി മക്കളെ ഡേ കെയർ സെൻ്ററുകളിലുമാക്കി ജോലിക്ക് പോകുമ്പോൾ ഈ കുട്ടികൾ നാളെ ആരെ എവിടെയാക്കുമെന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ വൃദ്ധസദനങ്ങളിലെത്തിപ്പെട്ട ഒരു പറ്റം മനുഷ്യരുടെ പച്ചയായ ജീവിതാവിഷ്കാരം. ഇത് കഥയല്ല കേട്ടോ, യാഥാർത്ഥ്യമാണ്. ഞങ്ങളെത്തിപ്പെട്ട പല വൃദ്ധസദനങ്ങളുടെയും അകത്തളങ്ങളിൽ നിരാലംബരായി കണ്ണുനീർ വാർത്ത് ആരും എത്തില്ല എന്നറിഞ്ഞിട്ടും ആരെയോ വഴിക്കണ്ണുമായി കണ്ണീർ വെറ്റിക്കാത്തിരിക്കുന്ന ആർക്കും വേണ്ടാത്ത ഒരു പറ്റം മനുഷ്യരുടെ ജീവിതഗന്ധിയായ ചലച്ചിത്രാവിഷ്കാരം. അച്ഛൻ ഇങ്ങോട്ട് ഇരുന്നോ? കയറി വരുമോ? ഇരിക്കൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഫാദർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ വിളിച്ചിരുന്നു ഫാദറിനെ. ഓർമ്മയുണ്ട്. ഒരു വഴിയില്ല എന്നിട്ടാ ഫാദർ. ഒരു 10 ദിവസത്തിന് മതി. അയാൾ നാളെ വരും. ഹസ്ബൻഡോ? അതെ, വിദേശത്താ. വരുമ്പോൾ ഇവിടെ കാണരുതെന്നാ താക്കീത്. ഓ, പോയാ അപ്പം തന്നെ കൊണ്ടുപോയിക്കോളാം. വിളിക്കോ? ഗുഡ് ആഫ്റ്റർനൂൺ. ശശി, ഒരു 10 ദിവസം നമുക്കിവിടെ താമസിക്കാം. മോള് പോയി വരുന്നത് വരെ. എന്താ, ഓക്കെ അല്ലേ? ഒരു 10 ദിവസമല്ലേ, അതിപ്പോ പോവും. വിഷമിക്കണ്ട. അച്ഛൻ്റെ ബാക്കി തുണിയൊക്കെ എടുത്ത് നാളെ രാവിലെ ഞാൻ വരാം. ഓക്കെ അല്ലേ? ശരി ഫാദർ. എന്നാ പിന്നെ പോയിട്ട് വരാ അച്ഛാ. മോള് സമാധാനമായിട്ട് പോയിട്ട് വാ. ശശി, വരൂ.
എന്താണെങ്കിലും അടിച്ചല്ലേ പറ്റുള്ളൂ. ബസ് വന്നു വാ. അതാടാ പറഞ്ഞത്. കേറാനുള്ളവരൊക്കെ എന്താ വേഗം കേറിട്ടോ ചേട്ടാ, വേഗം കേറ്, വേഗം കേറ്. ഓനെന്തിനാണ് രാത്രി വരുന്ന? ഓന് രാത്രി വരുമ്പോ കുറച്ച് കൂടുതലാണ് വേഗം കേറ്, കേറ്. അതാ പുറയിലോട്ട് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട് കേട്ടാ. അതാ സ്ത്രീകളെ സീറ്റ് ഒന്ന് ഒഴിവാക്കി കൊടുക്കട്ടാ. അല്ലെങ്കിൽ തന്നെ കള്ളു ആ കുടിക്കാൻ എല്ലാരും പുറയിലേക്ക് വന്ന് പുറകിൽ ഇഷ്ടം പോലെ. ആ വിളിച്ചപ്പാടേ എന്താണ് വിളിച്ചപാടേ. ബെസ്പിന്റെ ഒരു പ്രശ്നമുണ്ടേ, എന്തെങ്കിലും വാ 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 വാ. പെട്ടെ, 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 പെട്ടെ. വേഗം വാ. ഞാൻ വരികയല്ലേ, സ്ഥിരം നിനക്ക് ഇത് തന്നെയാണ് പരിപാടി. നേരത്തെ കേറിക്കേ, കേറിക്കേ, കേറിക്കേ. ഒന്നും പറയണ്ട ആശാനെ. എന്റെ ടിക്കറ്റ് ഞാൻ പോയിട്ടോ. തെയ്യ തിന്തകത്താദിനോ തെയ്യ തിന്തകത്താദിനോ തെയ്യ തിന്തക തെയ്യ തിന്തക തെയ്യ തിന്തകത്താദിനോ മേടമായല്ലോ കൊന്ന പുത്തല്ലോ മഞ്ഞും പെയ്യണതെന്തിനാ മേടമായല്ലോ കൊന്ന പുത്തല്ലോ മഞ്ഞും പെയ്യണതെന്തിനാ കൊന്ന പുക്കണതെന്തിനാ മഞ്ഞു പെയ്യണതെന്തിനാ കൊന്ന പുക്കണ കാലമായാൽ മഞ്ഞു പെണ്ണവൾ വന്നിടും അങ്ങനെ നോക്കണ്ട, ഇതെന്റെ ഭാര്യയാണ്. കൂത്തുനിന്നൊരു കാട്ടുമുല്ലയ്ക്ക് കാതു കുത്തല് നാളെയാ കാത്തു നിൽക്കണ കട്ടുറുമ്പിന് കോപമെന്നാണോ ഒത്തുനിന്നൊരു കാട്ടുമുള്ളയ്ക്ക് കാതു പുത്തല് നാളെയാ കാത്തു നിൽക്കണ കട്ടുറുമ്പിന് കോപമെന്നാണോ എന്റെ പൈസ എന്റെ പൈസ എന്റെ കൂടെ കാട്ടുചെമ്പകമേ നിന്നെ കട്ടെടുത്തോട്ടെ കാവിലെ വേലയ്ക്ക് താലിയേകാം കാട്ടുചെമ്പക പെണ്ണിനായി പൊന്നു കൊണ്ടൊരു താലിയും കാറ്റു വന്നിട്ട് തന്നു പോയി തൂവൽ കൊണ്ടൊരു ചേലയും കാട്ടുചെമ്പക പെണ്ണിനായി പൊന്നു കൊണ്ടൊരു താലിയും കാറ്റു വന്നിട്ട് തന്നു പോയി പൂവൽ കൊണ്ടൊരു ചേലയും തെയ്യ തിന്തക തെയ്യ തിന്തക തെയ്യ തിന്തക താദിനോ തെയ്യ തിന്തക തെയ്യ തിന്തക തെയ്യ തിന്തക താദിനോ എന്നാടി വിശേഷം? അത് തമാശ കളിക്കല്ലേ, എല്ലാരും ഓരോന്ന് പറയുന്നുണ്ട്. വീണേ വീണേ, ആ ഉപ്പ വീട്ടിലില്ല, നീ കിടക്കാൻ വരില്ലേ? ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് വരാം. ആ ഉം. കണ്ടില്ലേ, ഞാനും കൂടെ വരാട്ടോ. ഒന്ന് പോടാ. പോലെ പിണങ്ങിയോ? ഞാൻ കിടക്കാൻ പോവാണ്. മഴ വരുന്നുണ്ട് മോളെ, ജനലൊക്കെ കുറ്റിയിട്ടിട്ട് കിടക്കണേ. നീ എന്താ ആദൂന സ്വപ്നം കണ്ട് നിൽക്കാണോ? കിടക്കുന്നില്ല? യോ കറണ്ട് പോയി. നജു, നിനക്ക് പേടിയില്ലേ ഇത്ര ചെറുപ്പത്തിലൊരു കല്യാണം എന്നെല്ലാം പറയുമ്പോ? ഇഷ്ടണ്ടായിട്ടല്ലല്ലോ. പിന്നെ 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 പിന്നെ
സന്ധ്യാസമയം പാത ജനനിബിഡമായിരുന്നു. കാറുകൾ, ബസ്സുകൾ, കാളവണ്ടികൾ, റിക്ഷകൾ പുതുമയുടെയും വാർദ്ധക്യത്തിൻ്റെയും മുട്ടിയും തട്ടിയും പാഞ്ഞും ഇഴഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. പാടമേലെ പുകവലിയുടെ ദോഷങ്ങൾ. പുകവലിയിൽ എനിക്കും ഒരു ബന്ധുവിനും താല്പര്യമുണ്ടായി. എന്തെങ്കിലും ഗുണങ്ങൾ എന്താ എന്താ പറ്റേ? അയ്യോ ഇതാരാ? ഇതെന്താ പറ്റേ മോളെ? പഞ്ചായത്ത് അധികാരികളുടെ മുന്നറിയിപ്പ്. ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് എല്ലാ പൊതുജനങ്ങളെയും അറിയിക്കുന്നു. പഞ്ചായത്ത് അധികാരികളുടെ മുന്നറിയിപ്പ്. ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ മോളെ ആ? പ്രാർത്ഥിക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. ശരി അച്ഛോ.
സ്നേഹപ്രവാഹമേ കരുണാമയനാമിൻ യേശുനാഥ വിസ്മയമായൊരു സ്നേഹപ്രവാഹമേ കരുണാമയനാമിൻ യേശുനാഥ നൂറാടിലൊന്നിനെ തേടിയലഞ്ഞൊരു കരുണാർദ്ര സ്നേഹത്തിൻ ഉറവിടമേ കരുണാർദ്ര സ്നേഹത്തിൻ ഉറവിടമേ വിസ്മയമായൊരു സ്നേഹപ്രവാഹമേ കരുണാമയനാമിൻ യേശുനാഥ വിറയാർന്ന ചുണ്ടിനാൽ ചുംബനം തന്നു നീ വിധി എന്ന ക്രൂശിലേക്കവഹിച്ചു വിറയാർന്ന ചുണ്ടിനാൽ ചുംബനം തന്നു നീ വിധി എന്ന ക്രൂശിലേക്കവഹിച്ചു വിസ്മയമായൊരു സ്നേഹപ്രവാഹമേ കരുണാമയനാമിൻ യേശുനാഥ വിസ്മയമായൊരു സ്നേഹപ്രവാഹമേ കരുണാമയനാമിൻ യേശുനാഥ മോളെ ഇപ്പൊ വരാം ഞാൻ ചെയ്യാം ഇതിങ്ങോട്ട് വെച്ചേക്ക് ആ. ഇതൊന്ന് മാറ്റിയേക്ക് കേട്ടോ. മൊത്തം ഇടാനാ കുറച്ച് വെച്ചാൽ മതി കേട്ടോ. ശരിതാമേ.
എല്ലാരും എത്തിയില്ലോ അല്ലേ? നമുക്ക് കുറച്ചേരം ടി വി കാണാം. നാടിനെ നടുക്കി വയനാട്ടിലെ നമ്പ്യാർകുന്നിൽ ഉരുൾപൊട്ടൽ. ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. പ്രദേശത്തെ 20ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇതിലൊരു കുടുംബം പൂർണ്ണമായും മണ്ണിൽ അകപ്പെട്ടതായി സൂചന. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 20 കുടുംബങ്ങളിലായി 60ഓളം ആളുകളാണ് പ്രദേശത്തുള്ളത്. 40 പേരെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിച്ചതായിട്ടാണ് വിവരം. ശേഷിക്കുന്ന 20 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. ഇതിൽ ഒരു കുടുംബം പൂർണ്ണമായും മണ്ണിൽ അകപ്പെട്ടതായാണ് വിവരം. ഇന്നലെയുണ്ടായ തുടരുന്നത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത്. 14 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും നില ഗുരുതരമല്ല. നിങ്ങളുടെ നാട്ടിലാണല്ലോ സദനത്തിൽ സജീവന്റെ കുടുംബമാണ് മണ്ണിൽ അകപ്പെട്ടത്. ഇവർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഒരു കണക്കിന് പ്രണയം തന്നെ. കൂടുതൽ വിവരങ്ങൾക്കായി ഭൂമിയോടുള്ള മഴയുടെ പ്രണയം. ടെലിഫോണിൽ എന്താണ് ഷാജി ഇപ്പോഴത്തെ അവരുടെ വിവരങ്ങൾ? ഒന്നുമില്ല. ഒരു കണക്കിന് അതുപോലെ തന്നെ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. എന്റെ മോനെ എന്തായി കാണും എന്തോ. അവിടെ താമസിച്ചിരുന്നത്. അതിലൊരു കുടുംബത്തെ പൂർണ്ണമായും മണ്ണിലകപ്പെട്ടതായിട്ടാണ് നമുക്ക് വിവരം ലഭിച്ചിരുന്നത്. ഈ കുടുംബത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായുള്ള തുടരുകയാണ്. എത്ര പേരാണ് അകപ്പെട്ടതെന്ന് ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. 6 പേരായിരുന്നു ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ എല്ലാം പോയില്ലേ? അല്ലാതെ പിന്നെ എന്റെയും ആദായമൊക്കെ പോയി കാണും. ഇനി കിടന്നാൽ എങ്ങനെ ഉറക്കം വരും? ഞങ്ങളും മുതലും ആദായമുള്ളവരായിരുന്നു. മക്കൾക്ക് വേണ്ടി ജീവിച്ചു. അതാ ഞങ്ങൾ ഈ താമസിച്ചിരുന്നത്. ഇതിൽ 14 കുടുംബങ്ങളെ രക്ഷപ്പെടുത്താനായതായി ആദ്യം വിവരം ലഭിച്ചു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഒരു കുടുംബത്തെ കണ്ടെത്താനുണ്ടെന്നാണ് വിവരം ലഭിക്കുന്നത്. സജീവന്റെ കുടുംബത്തെ മഴയായതുകൊണ്ട് മോക്ക് എന്നെ കാണാൻ വരാൻ പറ്റുമോ എന്തോ. ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ വിവരം ലഭിച്ചിട്ടുണ്ട് റാഷിദ്. മണ്ണിനടിയിലകപ്പെട്ട സജീവന്റെ കുടുംബത്തിലെ ഒരംഗത്തെ കണ്ടെത്താനായിട്ടുണ്ട്. വീണ എന്ന കുട്ടിയെയാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ വെച്ച് ഇപ്പോൾ നമുക്ക് കണ്ടെത്താനായിട്ടുള്ളത്. ഈ കുടുംബത്തിൽ നിന്ന് ഈ കുട്ടി മാത്രം എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള ഇതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല റാഷിദ്. നമ്പ്യാർകുന്ന് ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടമായ എന്റെ മോളാണോ സാറേ? ഞാൻ നോക്കട്ടെ. നിന്റെ മോളൊന്നല്ല. മാധ്യമങ്ങളെ അറിയിച്ചു. ഇതിനായി എന്റെ മോളല്ലായിരിക്കും. ഇവരുടെ പുനരധിവാസ പദ്ധതിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനും മുഖ്യമന്ത്രി അറിയിച്ചു. പോലീസും ഫയർഫോഴ്സും റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 20 കുടുംബങ്ങളിലായി 60ഓളം ആളുകളാണ് പ്രദേശത്തുള്ളത്. തിരച്ചിൽ തുടരുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ ഉരുള് പൊട്ടിയിട്ടുണ്ട്. പലരെയും നമ്മൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അച്ഛനറിയാലോ ഈ ഗ്രാമത്തിന്റെ പ്രത്യേകത. പല സ്ഥലങ്ങളിൽ ഇതുവരെ നമുക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. വിവിധ സേനകളുടെ സേവനം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അച്ഛൻ ഞാൻ വന്നത് എന്താന്ന് വെച്ചാല് ഇവിടുത്തെ ഹാളൊന്ന് ക്യാമ്പായിട്ട് പ്രവർത്തിക്കാൻ വിട്ടുകിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായും ഉള്ള സൗകര്യം നോക്കിയിട്ട് എന്താണുള്ള ചെയ്തു തരാം. നമ്മുടെ നാടിന്റെ ഒരു ആവശ്യമല്ലേ. ഓക്കെ സാറ് വേണ്ട നടപടികളൊക്കെ തുടങ്ങിക്കോളൂ. ഫാദർ എന്നാൽ ഓക്കെ പറഞ്ഞതുപോലെ. ശരി എന്നാ ഓക്കെ കാണാം. മോന നീ പോയിട്ടെ ആ ഹാളെല്ലാം ഒന്ന് വൃത്തിയാക്കിട്ടേ. അതൊക്കെ ഞാൻ ഇന്നലെ ശരിയാക്കിയത് സാർ. എന്നാലും മഴയൊക്കെ പെയ്തല്ലേ, നീ ഒന്നുകൂടി ഒന്ന് ഞാൻ ശരിയാക്കാം. ആ കൈക്കാരോട് കൂട്ടിക്കാം. നമുക്കിത് പണിയാവോ? നമ്മളെ നാട്ടില് പ്രശ്നമല്ല ഏട്ടാ. ആർക്കാ എന്താ എപ്പാന്ന് പറയാൻ പറ്റുമോ? ശരിയാ. ഇതൊന്ന് പിടിച്ചേ. അല്ലെങ്കിൽ നീ പറഞ്ഞു ശരിയാ. ആർക്കാ എന്താ എപ്പോഴാ പറയാൻ പറ്റുമോ? എല്ലാവരും ഒന്ന് സഹകരിക്കണേ. നമുക്കിപ്പം പ്രത്യേകിച്ച് ഈ അവസ്ഥ എല്ലാവരും കാണുന്നതാണല്ലോ. നമുക്ക് കുറച്ച് ആളുകളും കൂടി ഇവിടേക്ക് വരാനുണ്ട്. സർക്കാർ ഇത് ദുരിതാശ്വാസ ക്യാമ്പായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ സഹകരണം അനിവാര്യമാണ്. പറ്റുന്ന സഹായങ്ങൾ അവർക്ക് കൂടി ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെ കൂടി ഓർക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. സജീവന്റെ മകൾ ദുരിതാശ്വാസ ക്യാമ്പിൽ അല്ല ശാരദാമ്മേ, ഇന്ന് ആ പൊട്ടൻ ചെറുക്കൻ എവിടെ പോയി? അല്ലെങ്കിൽ 5 മണിയാകുമ്പോ ഇവിടെ തേരാ പര നടക്കണതാണല്ലോ.
എന്തിനാ ശ്രീധര വെറുതെ എന്റെ കുട്ടനെ പൊട്ടാന്ന് വിളിച്ച് കളിയാക്കണത്? അവൻ എന്റെ മോനല്ലേ. ഇന്നലെ രാത്രി എനിക്ക് കാല് വയ്യാതെ അവൻ ഇരുന്ന് ഒഴിയായിരുന്നു. എപ്പോഴാ ഉറങ്ങിപ്പോയെന്ന് പോലും അറിയില്ല. എന്റെ കുട്ടനെ പൊട്ടാന്ന്. ദുരന്തങ്ങൾക്കിടയിൽ ആഹ്ലാദ സംഗമം. ദുരിതാശ്വാസ അല്ല ശാരദാമ്മേ, നിങ്ങളുടെ നാട്ടിലാണല്ലോ പ്രളയം. കഴിഞ്ഞ രാത്രി ഉണ്ടായ കെട്ടിയടച്ച മതിലുകളൊക്കെ പ്രളയം കൊണ്ടുപോയെന്നാണല്ലോ പറയുന്നത്. എനിക്ക് മതിലുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നതൊക്കെ അവൻ കൊണ്ടുപോയില്ലേ. ഇന്നലെ നമ്പ്യാർകുന്നിലുണ്ടായ മണ്ണിടിച്ചിലിൽ അല്ല ശശിയെ, നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. എന്താ ഇപ്പൊ വന്നത്? മോളല്ല അല്ലേ? അവിടെ താമസിച്ചിരുന്നത്. അതിലൊരു കുടുംബത്തെ എന്റെ മകളല്ല. അടിയിൽ അകപ്പെട്ടതായിട്ടാണ് നമുക്ക് വിവരം ലഭിച്ചിരുന്നത്. എന്റെ മോൻ വരേണ്ട സമയം കഴിഞ്ഞല്ലോ. കൂടുതൽ വിവരങ്ങൾക്കായുള്ള അവൻ ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല. എത്ര പേരാണ് അകപ്പെട്ടതെന്ന് ഇതുവരെ നമുക്ക് ലഭ്യമായി. പ്ലാസ്റ്റിക് മറിച്ചു കെട്ടിയ വീടല്ലേ. ഇതിൽ എത്ര പേരാണ് മണ്ണിനടിയിൽപ്പെട്ടത് എന്നുള്ള വിവരം സ്ഥിരീകരണം ലഭ്യം. ഇന്നലെ രാത്രി 20 സെന്റിമീറ്റർ മഴയാണ് പ്രദേശത്ത് പെയ്തൊഴിഞ്ഞത്. ഈ മഴയിലാണ് നമ്പ്യാർകുന്നിൽ ഉരുൾപൊട്ടലുണ്ടായത്. ഇവിടെ താമസിച്ചിരുന്ന 20 കുടുംബങ്ങളാണ് ഈ മലയടിവാരത്ത് താമസിച്ചിരുന്നത്. ഇതിൽ 14 ആ കൂട്ടത്തിൽ എന്റെ മോനുണ്ടോ? ഞാൻ കണ്ടില്ല. ആദ്യം വിവരം ലഭിച്ചു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഒരു കുടുംബത്തെ കണ്ടെത്താനുണ്ട്. കണ്ടെത്താനുള്ളത്. ഇവർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും വിവരം ലഭിച്ചത് മണ്ണിനടിയിലകപ്പെട്ട വീണ എന്ന കുട്ടിയാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ വെച്ച് ഇപ്പോൾ നമുക്ക് കണ്ടെത്താനായിട്ടുള്ളത്. ഈ കുടുംബത്തിൽ നിന്ന് ഈ കുട്ടി മാത്രം എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള ഇതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. റാഷിദ്, ചന്ദ്രികാമ്മ കരയാതെ അവരിങ്ങെത്തും. എന്റെ മോള് തുണിയെടുക്കാൻ പോയിട്ട് ഇതുവരെ എത്തിയില്ല. അതുപോലെ ആയിരിക്കും ചിലപ്പോൾ. അങ്ങനെയല്ല, അവൻ എന്നും എന്നെ കാണാൻ വരുന്നതാ. എനിക്ക് പേടിയാവുക. എന്നും വരുന്നതാണെങ്കിൽ പിന്നെന്താ, അവരുടെ കൂടെ അങ്ങ് പോയാ പോരെ? അല്ല പിന്നെ ഞാൻ പോവാത്തതിന് കാരണമുണ്ട്. അടുക്കളയും കിടപ്പുമുറിയും ഒക്കെ ഒന്ന് തന്നെയാ. ഒരു ചാർത്തെടുക്കാൻ പോലും സ്ഥലമില്ല. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചു. അവക്ക് വിശേഷം ഒന്നും ആവണില്ല. പിന്നീടാ എനിക്ക് കാര്യം മനസ്സിലാവണത്. ഞാൻ പറഞ്ഞിട്ടാ അവൻ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. ഞാൻ വന്നതിന് ശേഷം അവർക്കൊരു കുട്ടിയുണ്ടായി. അവൻ വന്ന് വിളിച്ചതാ എന്നെ. ഞാൻ പോവാഞ്ഞിട്ടാ. സർക്കാരിൽ നിന്നൊരു വീട് കിട്ടിയാ പോണെന്നുണ്ട്. ചന്ദ്രികാമ്മ കരയാതെ അവരിങ്ങെത്തും. ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയിലാണ് ഉരുൾപൊട്ടലുണ്ടായത്.
പഠിക്കാനൊന്നുമില്ലേ? വാ. ഈശോ സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നന്നായി പഠിച്ചോളണം. റാങ്ക് മേടിക്കണം. ഭാവിയിൽ നല്ല ബോൾഡായിരിക്കണം. പോലീസ് വരുന്നമ്മ, പേടിയാവുന്നമ്മ. മോളെന്തിനാ കരയുന്നേ? പോലീസ് മാമന്മാരല്ലേ? പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട. പിള്ളേർക്ക് ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടേ. സർ, എന്റെ അച്ഛനും അമ്മേനും ഒന്നും കാണുന്നില്ല. ഇവിടെ വേറെ ഏതെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുണ്ടോ? മോള് പേടിക്കണ്ട. കുറച്ച് പേര് ബന്ധുവീടുകളുണ്ട്, കുറച്ച് പേര് ദുരിതാശ്വാസ ക്യാമ്പിലുമുണ്ട്. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, പേടിക്കണ്ട. സജീവ, ആ കുട്ടീന്റെ പേരും അഡ്രസ് എഴുതിയെടുത്തോ. ശരി സാർ. മോള് വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ. മോളച്ഛൻ്റെ പേരും അഡ്രസ്സും പറ. പേര് പറ. സജീവൻ. സജീവൻ നമ്പ്യാരൂന്ന്. താലൂക്ക് എവിടെ? ബത്തേരി. മോളെ, ഇത്രയും സങ്കടം ഉള്ളിൽ ഒതുക്കിയിട്ടാണോ മോൾ ഇവിടെ ഇരുന്നത്? കമ്പിളി എല്ലാവരും പഠിച്ചോളൂ. എല്ലാവർക്കും ഉണ്ട് കേട്ടോ. തണുപ്പൊക്കെ ഉണ്ടോ അവിടെ? എല്ലാം വാങ്ങിച്ചോളൂ. എല്ലാവരും വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പൊ വാങ്ങിച്ചോളൂ. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ആവശ്യമുണ്ടോ? ആവശ്യം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എല്ലാവരും കൂടി വരും. നമുക്ക് എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കാം. എല്ലാവരും ഞാനുണ്ട്. എല്ലാവരും ചേർന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാം. ഇങ്ങോട്ട് നോക്കി, എല്ലാവരും കൂടെ നോക്കി. ഓക്കെ അല്ലേ? നന്നായിട്ടുണ്ട്. ഉഗ്രം. അപ്പാപ്പനൊന്നും മേടിച്ചില്ലല്ലോ. ഇനി എന്താ വേണ്ടത്? എന്താണെങ്കിൽ പറഞ്ഞോളൂ. എനിക്കൊരാഗ്രഹമുണ്ട്, അത് നടത്തണം. എന്താ വേണ്ടത്? അപ്പാപ്പൻ പറഞ്ഞോളൂ. നമ്മളെല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തില്ലേ, അതുപോലെ എൻ്റെ മക്കളുടെയും പേരക്കുട്ടികളെയും കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ? കഴിയോ? ഓരോരുത്തർക്കും എന്റെ മോളെ അവിടെ എവിടെയും കണ്ടാൽ ഒന്നിങ്ങോട്ട് വരാൻ പറയണം. ശരി എന്നാ ഞങ്ങൾ പോട്ടെ. ചന്ദ്രകാമയ്ക്ക് നല്ല കമ്പനി തന്നെ കിട്ടിയല്ലോ. എല്ലാവർക്കും കുഴപ്പമില്ല. എന്തെങ്കിലും കിട്ടട്ടെ. അതെ, ഒരാശ്വാസം. ഇന്നലെ രാത്രി ഞാൻ ആകെ പേടിച്ചുപോയി. നീ നജുവിന്റെ വീട്ടിൽ പോയതൊന്നും ഞാൻ ഓർത്തേയില്ല. ഉരുള് പൊട്ടിയത് നിങ്ങളുടെ ഭാഗത്താന്നറിഞ്ഞപ്പോൾ ഞാൻ നിന്നെയാണ് ഓർത്തത്.
ഞാൻ വന്നെങ്കിലും ഇരുട്ട് കാരണം ഒന്നും കാണാൻ കഴിഞ്ഞില്ല. നേരം വെളുക്കുന്നവരെ നിന്നെ തിരയുകയായിരുന്നു ഞാനും. പക്ഷേ ഇന്നലെ വൈകുന്നേരം വരെ നമ്മൾ കണ്ട നമ്മുടെ നാടും വീടും ഒന്നും അവിടെയില്ല. നിന്റെ വീടിന്റെയും നജുവിന്റെ വീടിന്റെയും ഇടയിലുള്ള വഴി എല്ലാം പോയി. എല്ലാം ഒരു പുഴയായി ഒഴുകുകയായിരുന്നു. വീണേ, ഇനി എനിക്ക് പറയാനുള്ളത് എന്നെ കുറിച്ചാണ്. നിനക്കിനി ഞാൻ മാത്രമേ ഉള്ളൂ. നീ ഓരോന്നോർത്ത് വിഷമിക്കണ്ട. എന്തിനു ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. കരയല്ലേ? ഹേയ്, എന്താ ഇത്? നോക്കി, ഇനി നീ കരയരുത്. എല്ലാത്തിനും ഒരു വഴിയുണ്ട്. ഞാൻ പോട്ടെ. അവരൊന്ന് അന്വേഷിക്കുന്നുണ്ടോ? സൗകര്യമൊക്കെ അത് കുഴപ്പമില്ല. മോൻ കഴിച്ചോ? അമ്മ ഞാൻ പൊക്കോട്ടെ? അതിപ്പം ഞാൻ പൊക്കോട്ടെ? വേണ്ട വേണ്ട, ഇപ്പൊ പോണ്ട. അവള് പൊക്കോട്ടെ പിന്നെ പോ. പ്ലീസ് അമ്മ. പൊക്കോട്ടെ. ആന്റീന്റെ പോന്നോട്ടെ മോളെ, ഞാൻ നോക്കിക്കോളാം. പോവാം. ദർശനം മോളെ, മുത്തശ്ശി അവിടെ ഉണ്ട് കേട്ടോ. ആന്റി കൊണ്ടുപോവാട്ടോ. വാ. മുത്തശ്ശി. ഇനി എന്നെ വേണ്ട അല്ലേ? എന്റെ മോളെ, നിനക്കിത് തോന്നിയില്ലോ? എന്താ മോളെ അവിടെ പറ്റിയത്? മുത്തശ്ശി, നമ്മുടെ താഴത്തെ നിലയിൽ മുഴുവൻ വെള്ളം കയറി മുത്തശ്ശി. അവിടെ മുഴുവൻ ചളിയും മണ്ണുവാ. ദൈവത്തിന്റെ അനുഗ്രഹം, അത്രയല്ലേ സംഭവിച്ചുള്ളൂ. മുത്തശ്ശിയെ കാണിച്ചു തന്ന കാര്യം മോന അമ്മേനോടും അച്ഛനോടും ഒന്നും പറയരുത് കേട്ടോ. ഇല്ലില്ല, ഞാൻ ആരോടും പറയില്ല ആന്റി. നീ പേടിക്കണ്ട മോളെ, എന്റെ മോൾ ആരോടും ഒന്നും പറയില്ല. അല്ല മോള്? എന്നാലേ രണ്ടുപേരൂടെ കിടന്നാട്ടെ. എനിക്ക് കുറച്ചുകൂടി ജോലിയുണ്ട് കേട്ടോ. ശരി മോളെ. ബൈ. അച്ഛമ്മയുടെ കുട്ടിയുടെ മുടിയൊക്കെ പോയല്ലോ. മോള് കിടന്നോ? ശരിക്ക് കിടക്കും മോളെ. എന്നിട്ട് തിരിഞ്ഞടന്നു. ചുമ പതിപ്പിച്ചു തരാ. നീ കിടക്കണില്ലേ കുട്ടാ? ഇതൊരു വേദനയാ. അച്ഛമ്മയുടെ മോളെ കൂടെ കിടക്കാൻ അച്ഛമ്മ കൊതിച്ചിരിക്കുകയായിരുന്നു. അതൊക്കെ അങ്ങനെ കിടക്കും ഒരു വശത്ത്. സാരമില്ല, മോൻ കിടന്നോ? കുട്ടി ഉറങ്ങി.
ജോജിനെ കണ്ടിരുന്നോ? എനിക്കറിയില്ല ഏട്ടാ, എനിക്ക് വയ്യ. ഇതാ ഇവിടെ തന്നെ പണ്ട് തുക്കുടി സാഹിബ് നടത്തിക്കൊണ്ടിരുന്ന സംഭവം ഉണ്ടല്ലോ, അതിപ്പോ അവന്റെ തട്ടകാണ്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ സാധനം തീർന്നു പോകുമ്പോ എനിക്ക് മടുത്ത് നടക്കണം. ഇപ്പൊ വീണേനെ വേഗം പോരെ ഒറ്റ കീറി വെച്ചു കൊടുത്താലോ. ലാസ്റ്റ് കിട്ടിയില്ല, എന്നെ കുറ്റം പറയരുത്. ഇപ്പൊ കിട്ടേ വരുന്നു. കൊള്ളാലോ, തീപിടിയുണ്ടോ ചങ്ങാതി? കണ്ട പാമ്പ് മരം കയറണ കണ്ട. ഇതൊക്കെ ആ ജോജിന്റെ സാധനത്തിന്റെ പവറ. ജോജേ, ഒരു നെട്ട് നേരത്തെ പോയ എന്റെ നെട്ട് ഊരിപ്പോയതാ. അതവിടെ കിടക്കട്ട. ഇനി ഇവന്റെ അടിച്ച നമ്മുടെയൊക്കെ നെട്ട് എവിടുന്ന് പെറുക്കി എടുക്കണം? ജോജേ ശിശു ആണോടാ? ആടാ, വാടാ, വാ 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 വാ, കേറി വാ. വാ, ഹായ് 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 ഹായ്. നല്ല സ്വയംഭം സാധനടാ, ഒന്നടിച്ചാ മതി, ഇറങ്ങി പോകും. പിടിച്ചോ. കാശിടേ, കാശ് കൊടുക്ക്. കാശിട്. ഒന്നുമില്ലടേ കയ്യില്, എന്റെ ഒന്നുമില്ല. കാശിടെ മക്കളെ. അല്ല ചോദിച്ചു, ഗൂഗിൾ പേ മതിയോ? പേയോ? കാശ് വെച്ചാ കള്ള് കിട്ടും, അല്ലാതെ ജോജിന്റെ ഒരു തുള്ളി കള്ള് കിട്ടുന്നു ഒരാളും കാശ് ഒരു 10 മിനിറ്റ് ഇപ്പൊ കൊണ്ടുവരും. കോഴിക്കോട് ഒന്നും പേടിക്കണ്ട, കാശ് അവരിപ്പൊ കൊണ്ടുവരും. അവരിപ്പൊ കൊണ്ടുവരും ജോജി. എവിടെന്ന് വല്ല ഭണ്ഡാരം കുത്തിപ്പൊളിച്ചോണ്ട് വരേണ്ടി വരും. ആ പണിയൊന്നും ഇപ്പൊ നടക്കൂല, പണ്ടത്തെ പോലെ ഒന്നും അല്ല. ഇപ്പൊ ഫുൾ ക്യാമറ. ഞാനും പറയാൻ പോകുന്നില്ല. ആ ശിശുപാല, പൈസ ആയിട്ട് വന്നാ ഞാൻ റെഡി ആയി തരാം. ആ ഓക്കെ. നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? നീ പണിയെടുക്കണ പൈസ ഒക്കെ അവിടെ കൊണ്ട് കളയാ. മിനിഞ്ഞാന്നല്ലേ ബാക്കി പൈസ ബസ്സിൽ നിന്ന് തട്ടിപ്പറിച്ചോണ്ട് ഓടിയത്? ഞാനെന്താ പണം കഴിക്കുന്ന മരോ? അതൊന്നും എനിക്കറിയണ്ട. എന്റെ കയ്യിലേതാ ചീപ്പ് മാത്രമേ ഉള്ളൂ. ആഹാ, അത്രക്കായോ? എന്റെ മാല വിട്, എന്റെ മാലയാണ് വിട്. എന്റെ മാല കൊണ്ടുപോവില്ലേടെ കാലമാടാ, അതും കൂടെ കൊണ്ടുപോയി കുടിക്കല്ലേ. നോക്കി വാടാ. പണ്ട് വേലി ചാടി പഠിച്ചത് നന്നായി. ഇപ്പൊ അവിടെ ചെല്ലുമ്പോ കിട്ടുവോ ആവോ? അതോ അവന്മാരടിച്ച് തീർത്ത് കാണുവോ? സൂക്ഷിച്ച് അവന്മാരെ കാണുന്നുമില്ലല്ലോ. പ്രളയത്തിലായിട്ട് ഒളിച്ചു പോയോ? ആ വാടാ വാ. പിന്നെ കിട്ടാതെ കായല്ല. ആ പിന്നെന്താ? അതിനേക്കാൾ വില പിടിപ്പുള്ളത്. എന്തായാലും എടുക്ക്. മാലയോ? മാലയെങ്കിൽ മാല. പൊട്ട് പോരാ. അത് പോരാ. നോക്കട്ടെ. ഒരു പൊട്ട് കൊടുത്താ മതി. ഇതിനൊരു പൊട്ട് പോരാ. ഇതേ ഉള്ളോ സാധനം. ഇത് ഇരിക്കട്ടെ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അങ്ങോട്ട് വിട്ടോ, ഞാൻ സെറ്റപ്പ് ഒക്കെ കിറ്റാൻ എടുത്ത് വരാം. പോയാ വരുവോ ആവോ? ഇവനിത് എവിടെ പോയി കിടക്കടാ? എനിക്കെങ്ങനെ അറിയാം? വരുമായിരിക്കും. നോക്ക്.
ഇവനെങ്ങാനും മുങ്ങിയ സാധനം വന്നു സാധനം വന്നു എവിടെയാ ഇതൊക്കെ അറേഞ്ച് ചെയ്യണ്ടേ എന്താ പൊളിച്ച് മൊത്ത പിന്നല്ല ഈ ശിശുപാലനൊരു കാര്യം പൊളിച്ചടാ ഒഴുക്കി ഒഴുക്കി അടിക്കടാ സ്വയംഭ സാധനം ആടിനെ മേച്ചു ഞാൻ കാട്ടിലലഞ്ഞപ്പോ കാട്ടിലെ കാട്ടള എന്നോട് ചോദിച്ചു എന്നോട് ആടിന് എന്താളടയാളം നെറ്റിക്ക് പുള്ളി കൊണ്ടുണ്ടേക്ക് വരയും നമ്മുടെ ആളല്ലേ ഒറ്റ കുടി ഒന്നും നോക്കണ്ട സ്വയംഭല്ലേ ഏടാ അതല്ലടാ ഇതിന്റെ കാര്യാടാ അതും കുഴപ്പമില്ല എന്ത് മഴയാണ് ആടിയല്ലേ നമുക്ക് വൈകുന്നേരം നമുക്ക് ഇവിടുത്തെ പോയാൽ നമുക്ക് പറ്റിയ സാധനം ഇരിക്കുന്നവൻ മറ്റവന്റെ ഡ്രൈവർ എവിടാ നിന്റെ മറ്റവൻ ആര് നിന്റെ കണ്ടക്ടർ കിടക്കും കഷ്ടം അവനെ നമുക്ക് കിട്ടിയില്ലല്ലോ എന്തോ ബാക്കിയാവോ അവൻ എന്റെ കയ്യെ കിട്ടിയില്ലടാ വാടാ നിങ്ങൾ പോയിക്കോ ഞാൻ കുറി തൊട്ടിട്ട് വരാം പടയണിയുണ്ടായേ പകലന്തിപ്പണിയുണ്ടായേ പടപൊരുതി പതിവായെന്നും പണി നേടിയെടുത്തവരാണ് പണ്ടൊരു പടയണിയുണ്ടായേ പകലന്തിപ്പണിയുണ്ടായേ പടപൊരുതി പതിവായെന്നും പണി നേടിയെടുത്തവരാണേ പതിവായി പട്ടിണി മൂലം പടചേർത്തു നയിച്ചവരാണ് പലവട്ടം ചോര കൊടുത്ത് പതിരേറ്റു പറഞ്ഞവരാണ് പല നാളായി തമ്പ്രാക്കന്മാർ പതിവെച്ച് നടന്നവരാണ് പാടത്ത് കിളച്ചു മറിച്ച് പശിമാറ്റാൻ പോയവരാണ് പണ്ടൊരു പടയണിയുണ്ടായേ പകലന്തിപ്പണിയുണ്ടായേ പടപൊരുതി പതിവായെന്നും പണി നേടിയെടുത്തവരാണ് പച്ചപ്പട്ടാടയണിഞ്ഞൊരു പുന്നെല്ലിൻ പാടം കാക്കാൻ പച്ചരി വെച്ചോണമൊരുക്കാൻ പറ്റാത്തൊരു കാലോണ്ടാർന്നേ പടിവാതിലോടി വരുന്നൊരു പാണന്റെ പാട്ടുണ്ടാർന്നേ പാടത്തെ കൊയ്ത്തുണരുമ്പോൾ പാടാനൊരു ചേലുണ്ടാർന്നേ പണ്ടൊരു പടയണിയുണ്ടായേ പകലന്തിപ്പണിയുണ്ടായേ പടപൊരുതി പതിവായെന്നും പണി നേടിയെടുത്തവരാണേ
4 വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായത്. ഏറ്റവും വലിയ ഉരുൾപൊട്ടലുണ്ടായത് നമ്പ്യാർകുന്നിലാണ്. ഇപ്പോൾ 2 പേരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഒരാളെ തിരിച്ചറിഞ്ഞു. ഇത് ബസ് കണ്ടക്ടറുടേതാണെന്നാണ് അറിയുന്നത്. 40 പേരാണ് ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്നത്. അത്ഭുതകരമായി രക്ഷപ്പെട്ട വീണയെ ദത്തെടുക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. പഠനേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ച കുട്ടിയാണ് വീണ. കുടുംബം നഷ്ടപ്പെട്ട കുട്ടിയുടെ പഠന ചെലവും സർക്കാർ വഹിക്കും. കുട്ടിയെ ഏറ്റെടുക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചതായി ജില്ലാ ഭരണകൂടം. പ്രദേശത്ത് ഇപ്പോഴും മഴ ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് ജില്ലയിലെ പലയിടങ്ങളും. മഴ ഇപ്പോഴും തുടരുന്നത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത്. 14 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും നില ഗുരുതരമല്ല. മണ്ണിനടിയിൽ അകപ്പെട്ട കുടുംബത്തെ തിരിച്ചറിഞ്ഞു. ക്യാമറാമാൻ അനീഷിനൊപ്പം AP ഷാജി, വയനാട് വിഷൻ. അവരുടെ വണ്ടിയാണെന്ന് തോന്നുന്നു അച്ഛാ. അതാണ് ആ സൗണ്ട് കേട്ടല്ലേ? അതെ അതെ. അച്ഛാ നമസ്കാരം. നമസ്കാരം. നമ്മളെ വില്ലേജ് ഓഫീസറാണ്. നമസ്കാരം. ഫാദർ, ക്യാമ്പിലുള്ള വീണ എന്ന് പറയുന്ന കുട്ടീൻ്റെ കാര്യം അറിയാലോ. ആ കുട്ടീനെ സർക്കാർ ദത്തെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വില്ലേജ് ഓഫീസർ വന്നിരിക്കുന്നത്. ഫാദർ, നമ്മുടെ ക്യാമ്പിലുള്ള വീണ എന്ന കുട്ടിയുടെ കാര്യം ഫാദറിന് അറിയാലോ. ആ കുട്ടീൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് ഇപ്പോൾ നിലവിൽ അറിവൊന്നും കിട്ടിയിട്ടില്ല. അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ആ കുട്ടിയെ സർക്കാർ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ആ ഏറ്റെടുക്കുന്നതിന് വേണ്ടി നാളെ ഒരു മേഡം കൂടി വരും. കാര്യങ്ങൾ വിശദമായി ഫാദർ അവരെ ധരിപ്പിക്കണം. ശശി, മോളുടെ കാര്യമല്ല, വിഷമിക്കണ്ട കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. ശശി പോയിക്കോ. വിളിക്കാം ശശി. നാളെ വരുമ്പോൾ മേഡം മാത്രമേ വരൂ. ഞാൻ സ്ഥലത്തുണ്ടാവും. കുറച്ച് നീങ്ങിക്ക്. എനിക്ക് ഭക്ഷണം വാങ്ങണം. എനിക്ക് വിശക്കുണ്ട്. വായിക്ക്. കുറച്ച് മുതിട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല. വിളിച്ചപ്പാടാണേ. സംഭവിക്ക്. കുറച്ചൊക്കെ കിട്ടുള്ളൂ. കഷ്ണമൊന്നും കുറയ്ക്കണ്ട കേട്ടോ. പാത്രത്തിൽ സ്ഥലമില്ല. കുറച്ചും കൂടി വാങ്ങിയാൽ മതിയായിരുന്നു. എന്താ മോനെ, ഉറങ്ങുന്നില്ലേ? എന്താ ശശി, മോളെ പറ്റി ആലോചിക്കാം. പ്രാർത്ഥിച്ചു പോയി കിടക്ക്. കിടക്ക്. തമ്പുരാനെ, എൻ്റെ മോനെ കാത്തോളണേ. എന്നെ ആരുമില്ലാത്തോളാക്കി മാറ്റരുതേ. എൻ്റെ മോനെ ഇവിടെ എത്തിക്കണേ. കാലം തീർത്തൊരു കളിയോടത്തിൽ ദിശയറിയാതെ പോകുന്നോർക്കായി കനിവോടെ എന്നും തുണയേകിടേണേ. കരുണാമയനാ യേശുനാഥ, കരുണാമയനാ യേശുനാഥ, എന്നും വാഴ്ത്തിടും അവിടുത്തെ നാമം. നിത്യനായ ദൈവമേ നിന്നാമം. എന്നും വാഴ്ത്തിടും അവിടുത്തെ നാമം. നിത്യനായ ദൈവമേ നിന്നാമം.
തണലേകണേ കാലിടറുമ്പോൾ കൈതളരുമ്പോൾ കാരുണ്യത്തിൻ തണലേകണേ ഇരുളിൻ്റെ വഴിയിൽ പ്രഭ ചൊരിയേണമേ കരുണാമയന യേശുനാഥ ഇരുളിൻ്റെ വഴിയിൽ പ്രഭ ചൊരിയേണമേ കരുണാമയന യേശുനാഥ എന്നും വാഴ്ത്തിടും അവിടുത്തെ നാമം നിത്യനായ ദൈവമേ നിന്നാമം എന്നും വാഴ്ത്തിടും അവിടുത്തെ നാമം നിത്യനായ ദൈവമേ നിന്നാമം കാൽവരിക്കുന്നിൻ താഴ്വാരങ്ങളിൽ കാവൽ വിളക്കായി മാറും നാഥ കാൽവരിക്കുന്നിൻ താഴ്വാരങ്ങളിൽ കാവൽ വിളക്കായി മാറും നാഥ അപരാധം ചെയ്തവർക്കഭയം തരേണമേ കരുണാമയന യേശുനാഥ അപരാധം ചെയ്തവർക്കഭയം തരേണമേ കരുണാമയന യേശുനാഥ കാലം തീർത്തൊരു കളിയോടത്തിൽ ദിശയറിയാതെ പോകുന്നോർക്കായി കനിവോടെ എന്നും തുണയേകിടേണേ കരുണാമയന യേശുനാഥ കരുണാമയന യേശുനാഥ എന്നും വാഴ്ത്തിടും അവിടുത്തെ നാമം നിത്യനായ ദൈവമേ നിന്നാമം എന്നും വാഴ്ത്തിടും അവിടുത്തെ നാമം നിത്യനായ ദൈവമേ നിന്നാമം പോട്ടേട്ടോ ഇന്നെന്താ വൈകുന്നേരം പത്രമൊക്കെ വായിച്ചാൽ എങ്ങനെയാ വരാതിരിക്കാൻ കഴിയുക ഓരോരോ വാർത്തകൾ ദൈവമേ പോട്ടെ ഓ ദൈവമേ എൻ്റെ മോൾ ഇന്ന് വരുമോ എന്തോ ഈശോയെ രക്ഷിക്കണേ Cheers! മുഖത്തൊരു ദുഃഖം കാണുന്നുണ്ടല്ലോ. അതെ സ്വാമി, ആ വെളിച്ചപ്പാടൊക്കെ വെളിച്ചപ്പാടെ വല്ലാത്തൊരു ദുഃഖമുണ്ട്. ഒരു പെണ്ണില്ലാത്തതിന്റെ ദുഃഖം. നാട്ടിലെ പെണ്ണുങ്ങൾ പറയണതേ നിനക്ക് പെണ്ണില്ലാത്ത സൂക്കയുടെ ചില കൂടലാണ്. ഒന്നും മിണ്ടായിരിടാ വരി. ഓരോന്നും പറഞ്ഞോണ്ടിരുന്നോളൂ.
ഈ മരുന്ന് കൊടുത്താൽ മതി. ഇതെന്താ സാധനം സിസ്റ്ററെ? എന്തായാലും ഇതാ ഡോക്ടർ ഞാൻ പറഞ്ഞ പേഷ്യൻ്റ്. ഇതാ ഹലോ ഹലോ. പനി കുറച്ച് കൂടുതലാ. ഒന്ന് ശ്വാസം വലിച്ചുവിട്. ഒന്നും കൂടി. ഞാൻ തിരി. എപ്പോഴാ തുടങ്ങിയത്? ഇന്ന് രാവിലെ. ഇന്നല്ലേ? ഇപ്പം പനി ഇത്തിരി കൂടുതൽ. ഞാൻ ഫാദറിനോട് പറഞ്ഞിട്ട് റൂമിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. ഇത്ര ആൾക്കാർ ഇവിടെ ഉള്ളതല്ലേ, ഇവിടെ എന്തായാലും കടത്താൻ പറ്റൂല. മോനെ, നീ പോയി ഫാദറിന്റെ അടുത്ത് പനി കൂടുതലാണെന്ന് പറ. സിസ്റ്റർ ഇവിടെ നിൽക്കുകയല്ലേ? സിസ്റ്റർ ഫ്രീ ആണെങ്കിൽ എനിക്കൊരു ഇഞ്ചക്ഷൻ എടുക്കാമായിരുന്നു. എന്നാലും ഇന്നലത്തെ ആ പെയ്ത്ത് വെച്ച് നോക്കുമ്പോൾ എന്നാലും മഴ വിട്ടൂന്നാ തോന്നുന്നച്ചാ. വല്ലാത്തൊരു സംഭവമായിപ്പോയി. അതെ. അച്ഛാ, ഞാനൊന്ന് ക്യാമ്പ് പോയിക്കോട്ടെ? മോളിപ്പോൾ പോണ്ട, പഠിക്കാണ്ടല്ലോ. മോള് പോയിരുന്നു പഠിക്കട്ടോ, പിന്നെ എപ്പോഴെങ്കിലും സമയം പോലെ പോവാം. അച്ഛോ. ഇരിക്കും. പറ ഡോക്ടറെ. ഞാനിപ്പോൾ വന്നത് നമ്മുടെ ക്യാമ്പിലെ വിശ്വനാഥൻ ഉണ്ടല്ലോ, വിശ്വനാഥന് കുറച്ച് അസുഖം കൂടുതലാണ്. അപ്പം നമുക്ക് എന്തായാലും അവിടെ കിടത്തിയാൽ ശരിയാവില്ല. നമുക്ക് അവിടെ നിന്ന് എന്തായാലും റൂമിലേക്ക് മാറ്റണം. എത്രയും പെട്ടെന്ന് റൂമിലേക്ക് മാറ്റുന്നതാണ് ബെറ്റർ. അതെന്തായാലും എത്രയും പെട്ടെന്ന് ചെയ്യണം, താമസിക്കരുത്. മോഹനാ. അച്ഛാ, ഒന്ന് ക്യാമ്പ് പോയിട്ടേ ആ വിശ്വാസം എന്ന് പറഞ്ഞ ആളില്ലേ, മുപ്പൊരവസ്ഥ ഒന്ന് നോക്കണം. എന്നിട്ട് എന്നെ ഒന്ന് വിളിക്കണം. വിളിക്കാം കേട്ടോ. ശരി. എന്തൊക്കെയുണ്ട് ശാരദാമ്മേ? സുഖമായിരിക്കുന്നോ? സുഖാണ്. ആഹാരം കഴിച്ചല്ലോ അല്ലേ? കഴിച്ചു. ഞാൻ ശാരദാമ്മേൻ്റെ അടുത്തൊരു സഹായം ചോദിക്കാനാ വന്നേ. എന്താ? നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് പനിയായിട്ടുണ്ട്. അപ്പൊ അവരെ ഒന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിനെന്താ കൊണ്ടുവന്നോളൂ. ഇവിടെ കട്ടിലും കിടക്കിയൊക്കെ ഇല്ലേ? ഒരു ദിവസം കൊണ്ട് മാറിയിട്ടില്ലേ? നമുക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റാം. ശരി എന്നാ. ശരി. സുബ്രോ. ശാരദാമേ. മോനെ സൂക്ഷിച്ചു. മോനെ പയ്യെ പയ്യെ. ശ്രദ്ധിച്ച്. വിഷമായോ? എന്ത് വിഷമാച്ചോ? ഇവന്റെ തീട്ടത്തിലും മൂത്രത്തിലും കടന്ന് തന്നെയല്ലേ ഞാൻ ഇവനെ വളർത്തിയത്. വാ മോന. നിനക്കെങ്ങനെ മുത്തശ്ശീനെ അറിയാ? അതിവൾക്ക് എന്നോട് തോന്നിയൊരു ദയ. ഞാനിവളെ പഠിപ്പിച്ചേന് ഇവളെനിക്ക് തന്ന നന്ദി. മുത്തശ്ശി, എന്റെ പൊന്നു മോനെ. വാ മോനെ. ഇവിടെ ഇരിക്കും മോനെ. വാ മോളെ. മുത്തശ്ശി, ഞാനൊന്ന് പുറത്തു പോയിട്ട്. ശരി മോനെ. അമ്മേ, അച്ഛൻ പോട്ടെ, വേഗം വരാം.
മോന്റെ ഉടുപ്പ് മുഴുവനും ചെളിയാണല്ലോ. അമ്മ ഇപ്പൊ വരാ. സാരമില്ല, മരുന്നിപ്പോൾ കഴിച്ചല്ലേ ഉള്ളൂ, കുറയും. സമാധാനിക്ക്. ഇത് മോനെ മാറ്റിയിട്ട് ഈ ഷർട്ട് ഇട്. ഇതാ എല്ലാ സാധനവും എടുത്തു വെക്കേ. അവരുടേതാന്നും പറഞ്ഞേ ഒരു സാധനം ഈ വീട്ടിൽ ഇനി കണ്ടുപോരുത്. കുറേ നാളായി താന്തയും തള്ളയും കൂടെ മനുഷ്യനിട്ട് മെനക്കെടുത്തുന്നു. എത്ര നാളാന്ന് വിചാരിച്ചിട്ടാ സഹിക്കുന്നത്. എൻ്റെ സ്വത്തും പണമൊക്കെ എടുത്ത് തിന്നുമ്പോൾ ഇതൊന്നും ആലോചിച്ചില്ലല്ലോ, അന്ന് കണ്ടില്ലല്ലോ ഈ സങ്കടമൊന്നും. എന്നിട്ടിപ്പം നിന്ന് മോങ്ങുന്നു. നിങ്ങൾ എന്തോന്ന് ഈ മടക്കിക്കൊണ്ട് നിൽക്കുന്നത്? വലിച്ചു വാരി അതിൻ്റെ ഉള്ളിലേക്ക് ഇട്. കല്യാണത്തിനൊന്നുമല്ലല്ലോ പോകുന്നത്. തന്തയും തള്ളയും കൂടെ എൻ്റെ സ്വത്ത് മുഴുവൻ കൊണ്ടുപോയിട്ട് കളയുമ്പോൾ ഇതൊന്നും ആലോചിച്ചില്ല. എന്നിട്ടിപ്പം നിൽക്കുന്നുണ്ടില്ലേ മോനെ? നോക്കണ്ട, നിങ്ങളോടും കൂടെ പറഞ്ഞത്. എൻ്റെ സ്വത്ത് മുഴുവൻ തിരിച്ചു തരാതെ രണ്ടാളും ഇനി പടി കയറാന്ന് വിചാരിക്കണ്ട. ഞാൻ സമ്മതിക്കില്ല. പയ്യെ. സാരമില്ല മോനെ, വേഗം മാറിക്കോളൂ. അമ്മേൻ്റെ അടുത്ത് എത്തിയില്ലേ? അമ്മ ഇവിടെ തന്നെ ഇരിക്കാം. അമ്മേ, മോളെ മേല് മുഴുവനും ചെളിയല്ലേ, പോയി മാറ്റിയിട്ട് വാ. ഈ ഒരു പഴംതുണി. പോയി മാറ്റിയിട്ട് വാ മോളെ. ചെല്ല്. അവിടെ മ്യൂസിക്കാ? മോന് തണുക്കണുണ്ടല്ലേ മോനെ? അമ്മ പതിപ്പിച്ച് തരാട്ടോ. നിങ്ങളും കിടന്ന മക്കളെ? മക്കളിവിടെ കിടന്നു. അമ്മതൻ പൊന്മണി തേൻകുരുന്നേ, കണ്ണും പൂട്ടിനി ചായുറങ്ങ്.
ഒരു ചിന്തു പാട്ടിലെ താരാട്ടിലെന്നമ്മ എന്നും സർവം സഹായാ. ഒരു ചിന്തു പാട്ടിലെ താരാട്ടിലെന്നമ്മ എന്നും സർവം സഹായാ. സഹനത്തിലെ കാന്തവാസത്തിലെന്നും സർവേശ്വരനെ പഴിച്ചിരുന്നു. സർവേശ്വരനെ പഴിച്ചിരുന്നു. എന്നാലും അവൻ നമ്മളോട് ഇങ്ങനെ ചെയ്തില്ലേ? നീ സങ്കടപ്പെടാതിരിക്കേ. അല്ലാതെ എന്തു പറയാൻ? ഏതായാലും നമ്മളെ പിരിച്ചില്ലല്ലോ അവൻ. അത് തന്നെ സമാധാനം. അല്പം പൈസ കൊടുത്തിട്ടാണെങ്കിലും ഈ ഒരു അവസരം ഉണ്ടാക്കിയല്ലോ. ഇതൊന്നും അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞാൽ എന്താ സ്ഥിതി? നീയും അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. ഇവിടെ ഇരിക്കുക. ഇന്നലെ ഞാൻ നല്ല സുന്ദരിയാക്കി വിട്ടതാണല്ലോ. എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? നമ്മളൊക്കെ എന്നോ അനാഥരായവരല്ലേ. ഇപ്പോഴാണ് എനിക്കൊരു അച്ഛനും അമ്മേനെ കിട്ടിയത്. ഉമ്മ. സെക്യൂരിറ്റി കാണാതിരുന്ന മതിയായിരുന്നു. എൻ്റെ മോളെ തുണി എടുക്കാന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയതാ. വന്നിട്ടുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവനെ ഇവിടെ ആക്കി തിരിച്ചു പോകുമ്പോ ആ കൊച്ചൊരു അപകടത്തിൽ മരിച്ചുപോയി. എന്താ കഷ്ടായി പോയി. ഇപ്പൊ വരൂ എന്ന് പറഞ്ഞ് അവൻ കാത്തിരിക്കുക. നമുക്കിത് അവനോട് പറയാൻ പറ്റുമോ? എങ്ങോട്ടാ ശശി? പോ അങ്ങോട്ട് പോ. ഓടങ്ങോട്ട് വിടും. ഇതെന്തെന്നത്? മോള് ഈ ശശിനെ കൊണ്ട് ഞാനിവിടെ ഇല്ലെങ്കിലേ എന്നോ പോലും പോയേനെ. നിങ്ങൾ ആരോടും ഒന്നും പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. ഇടക്കിടക്ക് ഇരുന്ന് രണ്ടുപേരും കരയുന്നത് കാണാം. എന്തു പറ്റി? ഞങ്ങൾക്ക് ഒരു ചെറിയ ബിസിനസ് ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് നഷ്ടം സംഭവിച്ചു. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മരുമകളുടെ കുറച്ച് സ്വർണ്ണം എടുത്ത് വിൽക്കേണ്ടി വന്നു. അവൾക്ക് ഞാൻ ഞങ്ങളുടെ വീടും സ്ഥലവും എഴുതി കൊടുത്തു. പിന്നെ നിങ്ങൾക്കൊക്കെ പറ്റിയതുപോലെ തന്നെ ഇവളുടെ താലിമാല പറിച്ചപ്പോൾ പോലും എനിക്കൊന്നും ശബ്ദിക്കാൻ പോലും കഴിഞ്ഞില്ല. ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് എന്ത് സംഭവിക്കാൻ? പോയതൊക്കെ പോട്ടെ, നമുക്ക് മനസ്സമാധാനം ഉണ്ടല്ലോ. അത് മതി. പോരാത്തേന് ഒരു മോനെയും ഒരു മോളെയും നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അത് മതി നമുക്ക്. അത് പോരെ? എന്തിനാ ഇങ്ങനെ കരയുന്നേ? കരുതിയ കടലാസു പൂവുകൾ കൽഹാര പുഷ്പങ്ങളായി. കാലം കരുതിയ കടലാസു പൂവുകൾ കൽഹാര പുഷ്പങ്ങളായി. കണ്ണുനീർ തൂവി നനച്ചു വളർത്തി ഞാൻ കരയാതെ. കണ്ണുനീർ തൂവി നനച്ചു വളർത്തി ഞാൻ കരയാതെ. കണ്ണുനീർ തൂവി ഏതോ
പൂവുകൾ കൽഹാര പുഷ്പങ്ങളായി കൈവിരൽ തുമ്പിലെന്നോരടി വച്ചു നീ കരയാതെ കാത്തുര ബാല്യമായി കൈവിരൽ തുമ്പിലെന്നോരടി വച്ചു നീ കരയാതെ കാത്തുര ബാല്യമായി കൈക്കുരുന്നായി നിന്നമ്മ തൻ മടിയിൽ കൺമണി നീ വീണുറങ്ങൂ കൈക്കുരുന്നായി നിന്നമ്മ തൻ മടിയിൽ കൺമണി നീ വീണുറങ്ങൂ കാലം കരുതിയ കടലാസു പൂവുകൾ കൽഹാര പുഷ്പങ്ങളായി കാലം കരുതിയ കടലാസു പൂവുകൾ കൽഹാര പുഷ്പങ്ങളായി കണ്ണുനീർ തൂവി നനച്ചു വളർത്തി ഞാൻ കരയാതെ കണ്ണുനീർ തൂവി അച്ഛാ പനിയൊക്കെ മാറി മാറി. പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു. ഇനി നിങ്ങൾക്ക് പോകാം. ഒന്നിട്ടില്ലേ പോട്ടാന്ന് പോയി ഹാപ്പി ആയിരിക്കും കേട്ടോ. ശരി അച്ഛാ. ശരി അച്ഛാ. അമ്മ എന്നോട് പൊറുക്കണം. എന്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയത്. ക്ഷമിക്കേണ്ടത് ഞാനല്ലല്ലോ മോനെ, അച്ഛനല്ലേ. അവസാനെങ്കിലും നീ വരുന്ന് അച്ഛൻ കാത്തിരുന്നിരുന്നു. അച്ഛന് പ്രതീക്ഷയായിരുന്നു. ഞാനല്ലല്ലോ പൊറുക്കേണ്ടത്. എല്ലാം മറന്ന് അമ്മ ഞങ്ങളോടൊപ്പം വരണം. നീ വാ. ഇവിടെയാ അച്ഛൻ ഉറങ്ങുന്ന മണ്ണ്. ഇവനാ അച്ഛന്റെ ചെതയ്ക്ക് തീ കൊളുത്തിയത്. ഇവനെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല. ഇവൻ വേണം എന്നെ. വാ മോനെ. സങ്കടപ്പെടില്ല അച്ഛാ. സങ്കടപ്പെടില്ല അച്ഛാ. കുട്ടനിവരൊക്കെ ഇല്ലമ്മേ, അമ്മ ഞങ്ങളോടൊപ്പം വാ. കുട്ടനിവരൊക്കെ ഇല്ലമ്മേ, അമ്മ ഞങ്ങളോടൊപ്പം വാ. ഇങ്ങതാ ഇങ്ങതാ മോളെ. ഇതാ നീ എന്താ നോക്കണത്? ഇറങ്ങിയോ തള്ളേ? ഈ മാലയുടെ ആവശ്യമൊന്നും അവിടെ ഇല്ല. അതിങ്ങ് തന്നേരെ. മോളെ ഇത് എടുക്കല്ല മോളെ. അച്ഛനുള്ളിടത്തോളം കാലം എനിക്കിത് വേണം. പൊട്ടിക്കല്ല മോളെ, പൊട്ടിക്കല്ലേ. നിങ്ങൾ പോണ്ട, അവൻ കൊണ്ടു വിട്ടോളൂ.
മോളെ അതിങ്ങ് താ മോളെ. മോഹന, ഇതെന്തിനെനിക്ക്? വളയം പിടിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഞാൻ അച്ഛനോടൊപ്പമായിരുന്നു. അച്ഛനില്ലാത്ത ഈ വീട്ടിൽ ഇനി ഞാനുമില്ല. ഇതാ പിടിച്ചോളൂ. മോഹന, എന്നാലും കഷ്ടമായി പോയി സാറേ. അല്ലെങ്കിൽ ഇപ്പം അവനുണ്ടായിട്ടാണല്ലോ ഇവിടുത്തെ വണ്ടി ഓടുന്നത്. ഇങ്ങോട്ട് കയറി വാ മനുഷ്യ. അവനും അവൻ്റെ ഒരു വണ്ടി. മോളെ, അച്ഛൻ പോയില്ലേ? ഇനി ഇത് മോൾക്കുള്ളതാ. അമ്മ ഞങ്ങളോട് പൊറുക്കണം. അമ്മ ഞങ്ങളോടൊപ്പം വീട്ടിലേക്ക് വരണം. എണീക്ക് മോളെ. മോളെ, ശാരദാമ്മ പോവാണോ? മുത്തശ്ശി വാ, മുത്തശ്ശി ഞങ്ങളുടെ കൂടെ. മുത്തശ്ശി ഞങ്ങളുടെ കൂടെ തന്നെ വരണം. മുത്തശ്ശി എന്തായാലും ഞങ്ങളുടെ കൂടെ തന്നെ വരണം മുത്തശ്ശി. എടാ മക്കളെ, സുഖത്തിലും ദുഃഖത്തിലും മക്കളോടൊപ്പം ജീവിച്ച് മരിക്കാനാണ് ഓരോ അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്കതിന് സാധിച്ചില്ല. നീ ഇവരെ ചേർത്ത് പിടിക്കണം മോനെ. ഒരിക്കലും നീ ഇവരെ കൈവിടരുത്. മാതാപിതാക്കളുടെ സ്വർഗം എന്ന് പറയുന്നത് സ്വന്തം മക്കളോടൊപ്പമുള്ള ജീവിതമാണ്. അത് സുഖമായാലും ദുഃഖമായാലും. ഒരു പ്രളയത്തിന് ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ കഴിയും. എന്നാൽ ഈ സ്നേഹം എന്ന് പറഞ്ഞൊന്നുണ്ടല്ലോ, അതൊരു പ്രപഞ്ച ശക്തിക്കും നശിപ്പിക്കാൻ കഴിയില്ല. അതൊക്കെ കാത്തു സൂക്ഷിക്കുന്നവരല്ലേ നമ്മള്. എന്നാ നിങ്ങൾ യാത്ര അയക്കോ? വാ കുട്ടാ, പോവാം നമുക്ക്. നീ എവിടെ ആയിരുന്നടാ? നിന്നെ എവിടെയെല്ലാം തിരക്കി ഞാന്. അവൻ എന്നെ വിട്ട് എവിടെയും പോവില്ല അച്ചോ. ഞാനും ശാരദാമ്മയുടെ കാര്യം സങ്കടം തന്നെയല്ലേ അച്ഛോ. ചെയ്യാം. ശശിയേ, നിങ്ങൾ മോളെ നോക്കാൻ പോകുമ്പോഴേ എന്റെ മോനെയും കൂടി ഒന്ന് നോക്കണേ. ഞാൻ നോക്കിക്കോളാം.